വിളിക്കാം. എങ്ങനെ സംഭവിച്ചെന്നറിയോ? ആണോ? ബൈക്ക് കണ്ടെന്ന് പറഞ്ഞു. ബൈക്കിന് ആ ബൈക്കാണ്. ആർക്കും പരിക്കുണ്ടോ? ഇല്ല. വണ്ടി പോകാത്ത രീതിയിലാണ്. ഒറ്റ വണ്ടി പോലും ഒരു ഓട്ടോറിക്ഷ പോലും പോകാത്ത രീതി നടന്നത്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പം നിൽക്കുന്നത് തോട്ടയ്ക്കാടാണ്. തോട്ടയ്ക്കാട്ട് ആശുപത്രിപ്പടിക്ക് സമീപത്തായിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. തോട്ടയ്ക്കാട് ആശുപത്രിപ്പടിക്ക് തൊട്ട് സമീപത്തെ വളവിലാണ് ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നത്. 2 കാറുകൾ തമ്മിലാണ്. വാകത്താനം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. കാറിന്റെ മുൻവശം 2 വാഹനത്തിന്റെയും തകർന്ന നിലയിലാണ്. തൊട്ട് പുറകിൽ വന്ന ബൈക്ക് യാത്രക്കാരനും ഈ കാറിന്റെ പുറകിൽ ഇടിച്ചിട്ടുണ്ട്. ഹോണ്ടയുടെ അമീസ് കാറും ഹോണ്ട സിറ്റിയും തമ്മിലാണ് ആക്സിഡന്റ് ആയിരിക്കുന്നത്. 2 കാറും വഴിയുടെ നടുക്ക് കിടക്കുകയായിരുന്നു. അത് സ്വല്പം നീക്കിയാണ് ഗതാഗതത്തിന് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. അപ്പം കാറിൽ വന്ന 2 യാത്രക്കാർ ഇവിടെയുണ്ട്. എങ്ങനെ സംഭവിച്ചെന്നറിയോ? ബൈക്ക് കണ്ടെന്ന് പറഞ്ഞു. ബൈക്കിന് ആ ബൈക്കാണ്. ആർക്കും പരിക്കുണ്ടോ? ഇല്ല. കാറിലെ യാത്രക്കാർ അവിടെയുണ്ട്. നമുക്ക് അവരോട് 2 പേരോട് ഇതിന്റെ അപകടത്തെ പറ്റി ചോദിക്കാം. വണ്ടി പോകാത്ത രീതിയിലാണ്. ഒറ്റ വണ്ടി പോലും ഒരു ഓട്ടോറിക്ഷ പോലും പോകാത്ത രീതി നടന്നത്. എന്താ സംഭവിച്ചെന്നുള്ളതെന്ന് പറയാമോ? എനിക്കറിയില്ല. എന്റെ വണ്ടി അവിടെ വരെ എത്തിയായിരുന്നു. ആക്സിഡന്റ് തിരിച്ചു വന്നു. ആ വണ്ടി നമ്മുടെ ആയിരുന്നു. അതെന്റെ വണ്ടിയാണ്. പക്ഷെ ഈ വണ്ടിക്കാരൻ പറയുന്നത് ഞാൻ കാരണമാണ് ആക്സിഡന്റ് ഉണ്ടായെന്ന് പറയുന്നത്. അറിയില്ല. കാരണം എന്റെ വണ്ടി അവിടെ കിടക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ട് തിരിച്ചു വന്നതാണ്. ആക്സിഡന്റ് കണ്ടോണ്ട് തിരിച്ചു വന്നത്. പക്ഷെ അത് എന്റെ കുറ്റമാണെന്നാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ അവിടുന്ന് വന്ന ഈ സൈഡിൽ കൂടെ തന്നെ വന്നത്. അവിടുന്ന് ഓട്ടോയ്ക്ക് കയറി വന്ന പുള്ളിയുടെ വണ്ടി അതിന്റെ വീലിന്റെ ബേസിൽ ഇടിച്ചതാ അവിടെ. എന്നിട്ട് കറങ്ങിപ്പോയി. ആ ഇടിയുടെ ശക്തിയിൽ കറങ്ങിപ്പോയിട്ട് മറ്റേ വണ്ടി വന്ന് ഇടിച്ചു എന്റെ കൂട്ടത്തില്. വണ്ടി ഇവിടെ നടുക്കാ കിടന്നത്. ഇടിയുടെ ശക്തിക്ക് വണ്ടി തിരിഞ്ഞു പോയി.
അതിന്റെ പുറകിൽ ഇടിച്ചിട്ടുണ്ട്. നോക്കിയാല് ആ. ഓരോരോ പുറകിലത്തെ വീലിലെ ഇത് നോക്കിയാൽ മതി. ആണല്ലേ? വണ്ടി ചെയ്യാനുള്ള ശക്തി ഇരിക്കുമ്പോൾ അതിലൊരു എന്നിട്ട് പുള്ളി വണ്ടി കൊണ്ട് ഓടാൻ തുടങ്ങി. ആൾക്കാരെല്ലാം കൂടെ പിടിച്ചതാ, അല്ലെങ്കിൽ പുള്ളി വണ്ടി ഇട്ടിട്ട് പോയനെ, വണ്ടി കൊണ്ട് പോയനെ. ആൾക്കാർ ഇവിടുത്തെ ആട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് തടഞ്ഞു വെച്ചതാ, അല്ലെങ്കിൽ പുള്ളി വണ്ടിയായിട്ട് പോയനെ. ഹലോ, പറയുന്നുണ്ട് അത് ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നുകൊണ്ട് ഈ ആക്സിഡന്റ് ഉണ്ടായെന്നൊരു അവര് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കണ്ടില്ല, ഞാൻ ആ സൈഡിൽ കൂടെ ചേർന്ന് വരുമായിരുന്നു. ആ, നമ്മുടെ അല്ലേ ഈ വണ്ടി? ആ, വണ്ടി ഇവിടെ അല്ല കിടന്നേ. വണ്ടി പോകാൻ വേണ്ടിട്ട്, വണ്ടി അപ്പുറത്തൂടെ പോകാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് നടുക്കോട്ട് വലിച്ചിട്ടോ? പോലീസുകാർ പറഞ്ഞു വലിച്ചിട്ടോ. ആ, നമ്മള് എവിടെ താമസിക്കുന്നത്? ഞാൻ കറച്ചു. അങ്ങോട്ട് കറച്ചാലോട്ട് പോവായിരുന്നോ? ആ, കറച്ചാലിലോട്ട് പോവാൻ. നമ്മളെ വണ്ടി അങ്ങായിരുന്നു, നടുക്കല്ല എന്നുള്ളത്. എന്റെ ഫോട്ടോ ഉണ്ട്. അല്ലെ പിന്നെ നമുക്ക് അവിടുന്ന് CCTV അവിടെ ചിലപ്പോൾ കണ്ടേക്കുമായിരുന്നു. CCTV അവിടെ ഉണ്ടോ? അവിടെ കാണാൻ സാധ്യത ഉണ്ടെന്നാ പറഞ്ഞത്. എടുക്കാൻ പറ്റില്ല. വന്നോട്ടെ. ആർക്കും പരിക്കൊന്നുമില്ലല്ലോ അല്ലേ വണ്ടിയിൽ തന്നെ? ചെറിയ കുഴപ്പമില്ല. അല്ലേ? അപ്പൊ ഇവര് പറയുന്ന ഒരു കാർ ഇതില് ഓവർടേക്ക് ചെയ്ത് വന്നുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായെന്ന് പറഞ്ഞത്. ആ കാറിന്റെ ഈ ബൈക്കാണ് തൊട്ട് പുറകിൽ വന്ന് ഇടിച്ചത്. അതിന്റെ ഫ്രണ്ടിൽ ചില പരിക്കുണ്ട്. എന്നാൽ നമുക്ക് ആ കാറും കൂടെ കാണാം. അദ്ദേഹം പറയുന്നത് അവിടെ ഈ അപകടം കണ്ടുകൊണ്ടാണ് അദ്ദേഹം നിർത്തിയിട്ട് പുറകോട്ട് വന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി ആ ഹോണ്ട സിറ്റിയെ തട്ടിയെന്നാണ് മറ്റേ വണ്ടിയിലെ യാത്രക്കാർ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ കാറും കൂടെ ഒന്ന് കണ്ടേക്കാം. ഞാൻ ഈ കാറിൻ്റെ ഫുള്ള് എല്ലാ വശത്തെയും വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ കാറിൽ വേറൊരു വണ്ടി വന്ന് തട്ടിയതായിട്ടുള്ളത് ഒന്നും കാണിക്കുന്നില്ല. ഈ വണ്ടി തട്ടിയതായിട്ടും ഒരു സൈഡിൽ പോലും കാണിക്കുന്നില്ല. പെയിൻറ്റ് പോയത് ഒന്നും ഇല്ല. അപ്പം ഞാൻ പോലീസുകാരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാറ് തട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ചളുക്കോ എന്തെങ്കിലും കാണേണ്ടതല്ലേ. പക്ഷെ അതിലൊരു ചളുക്കമൊന്നുമില്ല. ഉടൻ തന്നെ ക്രെയിൻ വന്നിട്ടുണ്ട്. ഗതാഗത തടസ്സം ഉണ്ടാകുന്നതുകൊണ്ട് അത് വാഹനം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പഞ്ചായത്തിൽ ഓണാഘോഷ പരിപാടി നടക്കുകയാണ്. അവിടെ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതേ സമയം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോരുകയാണ്.